ബി.ജെ.പി. ഇതര സംസ്ഥാന സർക്കാരുകളിലെ ധനമന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ തുടങ്ങി. GST ഇളവ് സംബന്ധിച്ച നയപരമായ തീരുമാനത്തിൽ ഏകോപനമുണ്ടാക്കാനാണ് യോഗം. കേരളം, കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. GST വരുമാന ഇടിവിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. സംസ്ഥാനങ്ങളുടെ വരുമാനം ഒരു പ്രശ്നമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ വരുമാനം ഉറപ്പാക്കിയില്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കും? അപ്പോൾ അത് ഈ രണ്ട് കാര്യമേ ഉള്ളൂ, അല്ല വേറൊരു കാര്യം അതിനെ സംബന്ധിച്ചില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി കത്തയച്ചിട്ടുണ്ട്. മറ്റു സ്ഥലത്തും പല സ്ഥലത്തും അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യമേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ ഫൈനാൻസസ് തുടങ്ങിയ കാര്യങ്ങളാണ്. PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, എന്താണ് യോഗത്തിന്റെ അജണ്ട? യോഗത്തിനെത്തിയ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? രീതിയിലുള്ള GST പരിഷ്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. എന്തായാലും ഇത് ഈ GST കൗൺസിൽ യോഗം അടുത്ത മാസം 2-3 തീയതികളിൽ ചേരുകയാണ്. അതിനു മുമ്പായാണ് ഇപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഒരു പ്രത്യേക യോഗം ചേരുന്നത്. ഡൽഹിയിലെ കർണാടക ഭവനിലാണ് ഇപ്പോൾ ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും GST ഇളവ് സംബന്ധിച്ച നയപരമായ തീരുമാനത്തിൽ ഒരു ഏകോപനം ഉണ്ടാകണമെന്നതാണ് ധനമന്ത്രിമാരുടെ ആവശ്യം. അതുപോലെ തന്നെ പ്രതിപക്ഷം സംസ്ഥാനങ്ങളിലോട്ട് കൂടുതൽ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് കൂടി ധനമന്ത്രിമാർ ആവശ്യപ്പെടും. കേരള, കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന് വേണ്ടി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. GST ഇളവ് വരുത്തുമ്പോഴും ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും ഈ നേട്ടം ഉണ്ടാക്കുന്നത് വലിയ കമ്പനികളാണെന്നും ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൻകിട കമ്പനികൾക്ക് ഇത്തരത്തിൽ ഗുണമുണ്ടാകുന്ന രീതിയിൽ GST പരിഷ്കരണം ഇത്തരത്തിൽ മാറ്റരുത്. അത് സാധാരണക്കാർക്ക് കൂടി അത് ഗുണകരമാകുന്ന രീതിയിൽ വേണമെന്നതാണ് കേരളം ആവശ്യപ്പെടുന്നത്. വരുമാന ഇടിവിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. അതുപോലെ തന്നെ നികുതി കുറയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചിരുന്നു. സംസ്ഥാനങ്ങളുടെ വരുമാനം കേന്ദ്ര സർക്കാർ ഈ GST പരിഷ്കരണത്തിൽ നടത്തുമ്പോഴും അത് ഉറപ്പുവരുത്തണം. കൃത്യമായി സംസ്ഥാനങ്ങളുടെ വിഹിതം അത് ലഭിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. യോഗം 1 മണിയോടുകൂടി അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ധനമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.